എൽദോ ചൂരൽമലയിൽ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. അതായത് മുണ്ടക്കയിലേക്കും അട്ടത്തോടിലേക്കും പോകാനുള്ള പാലം. ആ പാലമാണ് തകർന്നത്. ആ പാലം താൽക്കാലികമായി നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കരസേനയുള്ളത്. ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. 170 മീറ്ററോളം പാലം ഇവിടെ നിർമ്മിച്ചു വേണം അപ്പുറത്തേക്ക്. രണ്ട് പ്രധാനപ്പെട്ട സ്ഥലം, ഇതിന്റെ പ്രഭവ കേന്ദ്രമായ അട്ടമലയും അതുപോലെ തന്നെ മുണ്ടക്കയിലേക്കുമുള്ള പാലം പുനർനിർമ്മിക്കാനുള്ള താൽക്കാലികമായി നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ. അതിനുവേണ്ടി ഉദ്യോഗസ്ഥർ ഇവിടെ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അതിന്റെ കൃത്യമായ കണക്കെടുപ്പും മറ്റുമായി നിൽക്കുകയാണ്. കരസേനയുടെ വലിയൊരു സംഘം ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഹിറ്റാച്ചി പോലുള്ള JCB പോലുള്ള യന്ത്രങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ ഈ പാലം നിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. 170 മീറ്ററോളം പാലം വേണ്ടിവരുമെന്നാണ് ഏകദേശം ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ കണക്കാക്കിയിട്ടുള്ളത്. ആ പാലം നിർമ്മിച്ചാൽ മാത്രമേ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഇവിടേക്ക് എത്തിക്കാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പറയുന്നത്. വി അരുൺ അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. അവിടെ താൽക്കാലികമായിട്ടുള്ള പാലം നിർമ്മിക്കാനുള്ള ശ്രമം രാവിലെ തന്നെ കരസേന ആരംഭിക്കുകയാണ്. അതീവ ദുഷ്കരമാണ് ദൗത്യം. അരുണിന്റെ ശബ്ദം ഇടയ്ക്കുന്ന കട്ടായതുകൊണ്ടാണ് ഇടപെട്ടത്. അരുൺ തുടർന്നോളൂ. എന്തോ ഈ പാലം പുനർനിർമ്മിച്ചാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനത്തിൽ കുറച്ചുകൂടി വേഗം ഉണ്ടാകൂ. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട രണ്ട് മേഖലകളിലേക്ക് ചൂരൽമലയിൽ നിന്ന് അട്ടമലയിലേക്കും അതുപോലെ തന്നെ അപ്പുറത്തേക്ക് മുണ്ടക്കയിലേക്കുമുള്ള പ്രധാന വഴിയായിരുന്നു ഈ പാലം. ഈ പാലത്തിലൂടെയായിരുന്നു അവിടേക്ക് പോകേണ്ടത്. ആ പാലമാണ് പൂർണ്ണമായും ഒലിച്ചുപോയത്. ഈ മലവെള്ളപ്പാച്ചിലിൽ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത്. അത് പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ, കരസേന വിഭാഗം ഉള്ളത്. അവർ അതിനുള്ള കണക്കെടുപ്പുകളും മറ്റ് സാങ്കേതികമായ കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഏറെക്കുറെ പൂർത്തിയാക്കിയതാണ്. ഇന്ന് അല്പസമയത്തിനകം ഈ നിർമ്മാണം ആരംഭിക്കും. വളരെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. കാരണം ഇങ്ങനെ കുത്തിയൊലിക്കുന്ന പുഴ മറികടന്ന് ഇപ്പുറത്ത് രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് പോകാനും ആരെങ്കിലും അപകടകരമായി പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം, ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ എയർലിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ ഇവിടേക്ക് എത്തിക്കണമെങ്കിലും സ്വാഭാവികമായും ഇങ്ങനെ ഒരു പാലം ഇവിടെ വളരെ അനിവാര്യമാണ്. അതിനുള്ള അവസാനപ്പെട്ട തയ്യാറെടുപ്പുകളിലാണ് ഉദ്യോഗസ്ഥർ ഉള്ളത്. വളരെ ദുഷ്കരമായൊരു പ്രവൃത്തിയാണ്. നമുക്കറിയാം, കരസേനയുടെ ആ മേഖലയിലെ ഒരു പ്രാവീണ്യം കൂടി MEG എന്ന ഗ്രൂപ്പാണ് ഇവിടെ ഈ പാലം നിർമ്മാണത്തിനായി. ഇന്നലെ തന്നെ ഈ അപകടം നടന്ന ആദ്യ മണിക്കൂറിൽ തന്നെ സംസ്ഥാന സർക്കാർ കരസേനയെ ബന്ധപ്പെടുകയും ഈ സംഘത്തെ അയക്കണമെന്ന്, മദ്രാസിൽ നിന്നുള്ള ഈ സംഘത്തെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിനെ അയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ എത്തിയത്. ആ പാലം നിർമ്മാണം ഈ രക്ഷാപ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൌത്യമായി തന്നെ, ഘട്ടമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. അതിനുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. അത്ര എളുപ്പമല്ല. ഇവിടെ ഒരു കാര്യത്തിനും വൈദ്യുതി ബന്ധം ഇല്ലാത്ത പ്രദേശമാണ്. താൽക്കാലിക വൈദ്യുതി സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കണം. അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നു. എല്ലാം പുതുതായി നിർമ്മിക്കണം. ഒന്നു മുതൽ എല്ലാം നിർമ്മിക്കണം, അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഇവിടെ എത്തിക്കണം. അതിനുള്ള ശ്രമകരമായ ദൌത്യമായിരുന്നു കഴിഞ്ഞ കുറേ മണിക്കൂറുകളിൽ നടന്നിരുന്നത്. രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുമ്പോഴും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട യന്ത്രവാഹങ്ങൾ എത്തിക്കുക അടക്കമുള്ള കാര്യങ്ങൾ, വൈദ്യുതി സംവിധാനത്തിന് ബദൽ മാർഗങ്ങൾ തേടേണ്ട സംവിധാനങ്ങളൊക്കെ ഇവിടെ ഈ കരസേനയും മറ്റ് രക്ഷാപ്രവർത്തകരും സംസ്ഥാന സർക്കാരും ഒക്കെ ചേർന്ന് ഒരുക്കിയിരുന്നു. അതിന്റെ ഒരു പരിസമാപ്തിയിലേക്കാണ് ഈ പാലം നിർമ്മാണം കടക്കുന്നത്. വളരെ ചെറിയ രീതിയിൽ ഇവിടെ ഒഴുകിയിരുന്ന ഒരു പുഴയാണ് ഇത്തരത്തിൽ കുത്തിയൊലിച്ച് ഇപ്പോഴും മഴ ഇവിടെ ചാറ്റൽ മഴ എന്ന് പറയുമ്പോൾ പോലും ചെറിയ രീതിയിൽ ഓരോ നിമിഷവും മഴ ശക്തിപ്പെടുകയാണ്. മഴയുടെ ശക്തി കൂടുന്നതനുസരിച്ച് ഈ വെള്ളത്തിന്റെ ഒഴുക്കും ശക്തമായി തന്നെ കൂടുന്നു. ഇവിടെ ഇതൊന്ന് ഒഴുക്ക് ഒരു പക്ഷെ കുറഞ്ഞതിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടന്നേനെ. പക്ഷേ അതുണ്ടാകുന്നില്ല. കാലാവസ്ഥ തികച്ചും പ്രതികൂലമാണ്. ഇവിടെയുള്ള ഈ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ കൂടി പറഞ്ഞു പോകണം. വളരെ അപകടകരമായ അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പലതും ഈ അടിസ്ഥാനം കുരിച്ചുപോയ കെട്ടിടങ്ങളാണ്. പലതിന്റെയും തൂണുകൾ ഇളകി മാറിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രക്ഷാപ്രവർത്തകർക്ക് കയറി നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. രക്ഷാപ്രവർത്തകർക്ക്, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്കൊന്നും അങ്ങനെ ഒരു സംവിധാനം പോലും ഇല്ലാത്ത ഒരു
സ്ഥലമായി ഇത് മാറിക്കഴിഞ്ഞു. ഒരു വലിയ പല വീടുകളും ഇരുന്ന ഒരു പ്രദേശം ഇപ്പോൾ ഒരു തുറസായ ഒരു ഗ്രൗണ്ട് പോലെയോ അതിന് സമീപത്തോട് പുഴ ഒഴുകുന്ന അവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാര്യങ്ങൾ കാണാൻ കഴിയുന്ന നിരവധി ആളുകൾ. ഞാനിവിടെ തൊട്ടടുത്ത് ഇപ്പോൾ അരുൺപാലോടിന്റെ ക്യാമറയ്ക്ക് അവിടേക്ക് പോകാൻ കഴിയുമെന്ന് കരുതുന്നില്ല. അവിടെ ഒരു കടയായിരുന്നു. ഞാനവിടെ നോക്കുമ്പോൾ കുട്ടികൾക്കുള്ള ഉടുപ്പുകൾ, കുഞ്ഞുടുപ്പുകളും ചെറിയ കുട്ടികൾ നവജാത ശിശുക്കൾക്കുള്ള ചെറിയ സോക്സും ഷൂസും ഒക്കെ വിൽക്കുന്ന അത്തരം ഒരു കടയാണ് ഇതിന്റെ ഇടതുവശത്ത്, എന്റെ വലതുവശത്ത് ഉള്ളത്. ആ കട അരുൺപാലുണ്ട്. പക്ഷെ അവിടെ നിന്ന് ആ രീതിയിൽ കാണിക്കാൻ കഴിയില്ല. അതിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ ഇപ്പോൾ അവിടെയുണ്ട്. ബാക്കി ആ തൂണുകൾ പോലും ഇളകി മാറി അതൊരു അതിന്റെ ആ ഒരു കെട്ടിടത്തിന്റെ ഒരു അസ്ഥികൂടമായി തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോഴും ആ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാനാകും. അത്ര നിരവധി ആളുകൾ അവരുടെ ഉപജീവനം കഴിച്ചിരുന്ന ഒരു മേഖല. ഈ നിരവധി ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി ജീവിച്ച മേഖല, വളരെ സമാധാനത്തോടുകൂടി വളരെ ശാന്തതയോടുകൂടി ജീവിച്ച ഒരു മേഖല. വലിയ ആഡംബരമൊന്നുമില്ലെങ്കിലും ജീവിച്ചു പോകാനാകുന്ന ചുറ്റുപാടുണ്ടായ നിരവധി ആളുകളുണ്ട്. അവരുടെ ജീവിതത്തെ, അവരുടെ പ്രതീക്ഷകളെ, കുടുംബങ്ങളെയാണ് ഈ ഒരു പ്രകൃതിയുടെ ഇത്തരമൊരു താണ്ഡവം ഇല്ലാതാക്കിയത്, അനാഥമാക്കിയത്. ഒരു സമാധാനമായി ജീവിച്ച ഒരു ചെറു ഗ്രാമമാണ് ഒന്നാകെ ഒലിച്ചുപോയത്. ഒരുപക്ഷെ ആ രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. ഇനി ആ ദുരന്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമുക്ക് കേരളത്തിന്റെ ഒരു പ്രത്യേകത, ആ ദുരന്തം കണ്ട് കയ്യും കെട്ടിയിരിക്കുകയല്ല, ദുരന്തം മറികടക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലാ കാലവും കേരളം നടത്തിയിട്ടുള്ളത്. തിരിച്ചുവരവിന്റെ ആ ഒരു പാതയിലാണ് ഇപ്പോൾ ഈ പ്രദേശവും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും, എല്ലാ ഒരുക്കങ്ങളും, എല്ലാ സഹായങ്ങളും കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും കേരള ജനത ഒന്നാകെ, ഒരുപക്ഷെ രാജ്യവും അതേ രീതിയിലാണ് ഈ ഒരു അവസ്ഥയെ സഹതാപത്തോടുകൂടി കണ്ടത്. സഹായങ്ങളുമായി എല്ലാവരും ഇവിടേക്ക് എത്തുകയാണ്. കരസേനയുടെ വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇവിടെ ഇന്നലെ മുതൽ ഉണ്ട്. അവർ ഈ പാലം പുനർനിർമ്മിക്കും. പതിയെ ഈ ജനങ്ങളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. അതിനു മുൻപ് ഇതിൽ അകപ്പെട്ട ആളുകളെ പൂർണ്ണമായും തിരികെ എത്തിക്കണം. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടുന്ന് ഈ താൽക്കാലികമായ ഒരു ചെറിയൊരു തടിപ്പാലം അവിടെ ഇട്ടിട്ടുണ്ട്. അത് മറികടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണിപ്പോൾ. ഈ നമ്മൾ നിൽക്കുന്നതിന്റെ മറുവശത്താണ്. നേരത്തെ അനുമോദവും ഒക്കെ പോയ ഭാഗത്തേക്ക് കൂടുതൽ ആളുകൾ അവിടേക്ക് പോവുകയാണ്. അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടേക്ക് പോകണം. അതിന് ഈ പാലമാണ് ഏറ്റവും പ്രധാന. വി അരുണാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ CV